കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നല്ല ഹിന്ദു ട്രഡീഷണൽ തറവാടാണ് കണ്ടതെങ്കിൽ ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് മാപ്പിള തറവാട്, അതായത് മുസ്ലിം തറവാട്, സിറിയൻ ക്രിസ്ത്യൻ തറവാട്, മൾട്ടി കൾച്ചറൽ, മൾട്ടി റിലീജിയസ് തറവാട്, അതായത് 3 കമ്മ്യൂണിറ്റിയും കൂടിയ തറവാട്. ഇത് 3 കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. എപ്പിസോഡ് കാണാത്തവർക്കായിട്ട് ഞാൻ മുകളിലും അതുപോലെ എൻഡിലും ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. പക്ഷേ ഈ മുസ്ലിം തറവാട്ടിൽ എന്തോ റിനോവേഷന് വേണ്ടിയിട്ട് മുകളിലേക്കുള്ള എൻട്രി നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അതുപോലെ തന്നെ ഇത് ഇപ്പോൾ താഴത്തെ നിലയിൽ ഒരു ലിവിങ് ഓഷ്യൻ മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ വ്യൂ മുസ്ലിം തറവാട്ടിൽ കുറവാണെങ്കിലും നമ്മൾക്കൊന്ന് ജസ്റ്റ് ഓടിച്ച് ഓഷ്യൻ്റെ ലിവിങ് ഓഷ്യൻ ഒന്ന് കണ്ടിട്ട് പോവാം. ലിവിങ് ഓഷ്യൻ ആ സൗണ്ട് ഉണ്ട് അല്ലേ. ഇതുണ്ടല്ലോ, കുറ്റിച്ചിറയുള്ള ഒരു മാപ്പിള തറവാടാണ്, അതായത് മുസ്ലിമിന്റെ ഹൗസാണ് പറയണവര്. അതേ കോഴിക്കോട്, അതാണ് അവിടെ അങ്ങനെ എഴുതിയിരിക്കണേ, മാപ്പിള കമ്മ്യൂണിറ്റി, ഒറിജിൻ ഓഫ് ദി മാപ്പിള കമ്മ്യൂണിറ്റി. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് കോഴിക്കോടെ ഒരു കോവിലകം പോലത്തെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് മാപ്പിള തറവാടുകളാണ്. അവിടുത്തെ ലൈറ്റ് കണ്ടോ, അവിടുത്തെ ഇതൊക്കെ ദേ വെള്ളം കുടിക്കണ പെട്ടികൾ, അതിൻ്റെ ഡിസൈനൊക്കെ നമ്മുടെ മുസ്ലിംസിൻ്റെ ഡോമിൻ്റെ സ്റ്റൈലിൽ. ഇതാ വീട് കുറ്റിച്ചിറയിലുള്ളതാണ്, കുറ്റിച്ചിറ. ഇപ്പോൾ കേരളം അവരുടെ ഡഫ് മുട്ട് കളരി പഠിപ്പിക്കണു മാപ്പിള തറവാട്ടിൽ. കളരിയും ഡഫ് മുട്ടും. ആ ജനല്, അവരുടെ പണ്ടത്തെ ആ ജനല് കണ്ടോ? അതെയോ, നല്ല ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ. അപ്പം ഇതാണ് ഇത്. ഞണ്ടുകളും ശംഖ്, ഞണ്ട് ഇതെല്ലാം ഉണ്ട് ഇവിടെ. ശംഖ്, ഞണ്ട്. ഇത് ഉണ്ടാക്കി വെച്ചിരിക്കണതാ. ഇതാണ് ഇരുമ്പാണ്. തൊടരുത്, ഡോണ്ട് ടച്ച്. മുകളിലേക്ക് കയറാനുള്ള അനുമതിയില്ല കേട്ടോ, മുകളിലേക്ക് കയറാനുള്ള അനുമതിയില്ല, അവിടെ അടച്ചിട്ടേക്കുക. ഇത് ഇവിടെ ഒരു റൂമുണ്ട്, കയറാണ്, കയറ് കൊണ്ടുള്ള കർട്ടൻ കണ്ടുവോ? കർട്ടൻ കയറാണ്. അതെ വഞ്ചി ഉണ്ടാക്കണത് കണ്ടു. സോറി, വഞ്ചിയല്ല, ഉരു ഉണ്ടാക്കണത് കണ്ടോ? ഉരു ഉണ്ടാക്കിയത് ആർട്ടിഫിഷ്യലാണ്, ഒറിജിനൽ അല്ല. പക്ഷെ ഉരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഷിപ്പില് നമ്മുടെ ആങ്കർ, അതിനെന്താ പറയാ മലയാളത്തില്? ഇത് നമ്മുടെ ഷിപ്പിലെത്തിയിരിക്കണ വീല് കണ്ടോ? ഇവിടെ നിന്ന് നോക്കുമ്പോ നമുക്ക് വേറൊരു പിക്ചറാ കാണണേ. നടുക്കുന്ന് നോക്കുമ്പോ അവരിയ്ക്കുകയാണ്, ഇപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ വേറൊരു പിക്ചറാണ്, ഒരു ചെടിയും ഒക്കെയുള്ള പിക്ചറാണ്. അങ്ങനെ മൂന്ന് സ്റ്റൈലിലുള്ള ഒരു 3D പ്രൊസീജിയറാണ് അല്ലേ കാണിച്ചേക്കണേ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കുറേ മീനുകളുള്ള ഓഷ്യൻ, ഇവിടെ നോക്കുമ്പോൾ വെള്ളം, ഇവിടെ നോക്കുമ്പോൾ കടലിൻ്റെ ഉള്ളിലെ ചെടികൾ, കോറൽസ് ഒക്കെ ഉള്ളത്, പവിഴപ്പുറ്റൊക്കെ ഉള്ളതാണിത് ഇവിടെ നോക്കുമ്പോൾ. അങ്ങനെ 3 സ്റ്റൈലാണ്. ഇതെന്താ ഉദ്ദേശിച്ചേക്കണേന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലാവണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇത് സിറിയൻ ക്രിസ്ത്യൻ ഹൗസാണ് കേട്ടോ. ഇതാണ് പണ്ടത്തെ ക്രിസ്ത്യൻ ഹൗസ്. അപ്പം നമ്മൾ നേരത്തെ ഒരു ഹിന്ദു ഹൗസ് കണ്ടു, ഒരു മുസ്ലിം ഹൗസ് കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോണത് ഒരു ക്രിസ്ത്യൻ ഹൗസാണ്, സിറിയൻ ക്രിസ്ത്യൻ ഹൗസ്. പണ്ടത്തെ ക്രിസ്ത്യൻ ഹൗസാണത്. ഒരു സിറിയൻ, പുതുപ്പള്ളി കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സിറിയൻ ഹൗസാണ്. സിറിയൻ ഹൗസിൽ ഈ സ്മെല്ലിന് ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ അല്ലേ. ഇതുണ്ടോ, പത്തായപ്പുര പോലെ നാളികേരവും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വച്ചിരിക്കുകയാണ്. ഹിന്ദു ഹൗസിൽ നേരിട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു അറയാണെങ്കിൽ ഇവിടെ ഇതാണ് കാണുന്നത്, പത്തായവും. പാള കൊണ്ടുള്ള കർഷകരുടെ തൊപ്പി അല്ലേ, പാളത്തൊപ്പി, മറ്റേ ബാഗ് പോലെ നമ്മൾ വയ്ക്കില്ല, എന്താ പറയുക, കള്ളൊക്കെ അല്ലേ.
അതല്ലേ റബ്ബർ ഷീറ്റ്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ റബ്ബറാണല്ലോ മെയിൻ. റബ്ബർ, തേങ്ങ, നാളികേരം, അതൊക്കെ. ഇതെവിടെ പണ്ടത്തെ പിന്നെ മിക്ക വീടുകളും ക്രിസ്ത്യൻ്റെ ആണെങ്കിലും മുസ്ലിംസിൻ്റെ ആണെങ്കിലും ഹിന്ദുസിൻ്റെ ആണെങ്കിലും ഒക്കെ തട്ടിട്ട് മരം കൊണ്ടുള്ള ഇതൊക്കെയാണ്. ഇതാ കട്ടിലും പണ്ടത്തെ കട്ടില ഇവിടെ ഉണ്ട് കേട്ടോ. മാതൃഭൂമി കലണ്ടർ, ഈശോയുടെ പടം, പണ്ടത്തെ കട്ടില്. ഇതേ കർഷകർ അവർ കൊണ്ടുവരുന്ന മറ്റേ കാലൻകുടയും ഡ്രസ്സുകളും ഒക്കെ ഇവിടെ അവർ ഇട്ടിട്ടുണ്ട്. ഇതാ കുരിശ്. ഇഞ്ഞോ ഇത് അവിടെ വഞ്ചിയുണ്ട്. വഞ്ചി അവര് പോയിരുന്ന വഞ്ചിയായിരിക്കും അല്ലേ. വരൂ. ഇതവിടെ കാണിക്കേണ്ടത് കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള സിറിയൻ കുടുംബത്തിനെ കുറിച്ച്, ക്രിസ്ത്യൻ കുടുംബത്തെ കുറിച്ച് ഇവിടെ ടി വിയിൽ. ഇതെവിടെ ഒരു ഡൈനിങ് ടേബിളും ഒരു ചാരുകസാരയും ഒക്കെ ഉണ്ട്. വെയിറ്റുള്ള എടുക്കണ ഇതാ. അപ്പൊ ഇപ്പുറത്തോ ഇത് അളവ് കോലാന്നാട്ടോ പറയണം. അല്ല അടിച്ചു നോക്കണ സാധനം അത്ര വെയിറ്റ് നോക്കണം. ഇതെങ്ങനെയാ വെയിറ്റ് നോക്കണേന്ന് അറിയില്ല. ലോക്കറല്ല, അതൊരു കുഞ്ഞു കിളിവാതിലാണ്. കിളിവാതിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. ചട്ടികൾ, മീൻ ചട്ടി. ക്രിസ്ത്യൻ വീടായിരിക്കുമല്ലോ, അപ്പൊ മീൻ ചട്ടിയും ഒക്കെ ആയിരിക്കും. നോക്കൂ, ഇത് നമുക്കും വെക്കായിരുന്നു അല്ലേ. നല്ല രസമുണ്ട് അല്ലേ തവി വയ്ക്കാൻ. തവികൾ വയ്ക്കണത് മുട്ടകളിലൂടെ നല്ല രസമുണ്ടല്ലേ. ഇവിടെ ഉണ്ട് കേട്ടോ അടുക്കള കിണറുണ്ട്. കോരണത് ഇങ്ങനെ ഇതുകൊണ്ടാണ്. വരിക്കാശ്ശേരി മനയുടെ പോലെ. നമ്മള് വെണ്ണയൊക്കെ വെക്കും, ഇവര് മീൻകറി ആയിരിക്കും വെക്കുന്നുണ്ടാവുക. ക്രിസ്ത്യൻ ആയതുകൊണ്ട് പൂച്ച എടുത്തോണ്ട് പോവാണ്ട് മുകളിൽ അടച്ചു വെച്ചിട്ടുണ്ടാവും. ഇത് കണ്ടോ, ഇത് മുറം തന്നെ. മുറം അതോ തലയിൽ വെക്കണതാണോ? അല്ലല്ലോ, മുറമായിരിക്കില്ലേ. ഇത് ചെരവ അല്ല മുറിക്കണത്, നമ്മുടെ കഷ്ണരിയണത് കണ്ടോ, കഷ്ണരിയണത്. ഇത് അടച്ചു വെക്കണ നമ്മുടെ പാത്രം. അടപ്പ് നമ്മൾ സെപ്പറേറ്റ് ഒന്നും വേണ്ട. ഇതൊക്കെ കോരുവട്ടയും ഇതും. ഇതേ നമ്മുടെ ഡബ്ബകള്, അന്നത്തെ ഡബ്ബകള് ഉണ്ടോ, കോപ്പറിന്റെ ഡബ്ബകള് അല്ലേ. അലമാരുടെ ഉള്ളാക്കി എടുത്ത് വെക്കാം കോപ്പറിന്റെ ഡബ്ബകള്, ഭരണികള്. പണ്ടത്തെ ചാര് കിടക്ക. ഇതൊക്കെ മുറുക്കാഞ്ചെല്ലാണോ ആഭരണ പെട്ടിയാണോ? മുറുക്കാഞ്ചെല്ലം അടക്കിട്ട് അടക്കി വെട്ടണത് അല്ലേ. കിടക്കണം. അതെ, ഇത് ബൈബിളാവാനാണ് സാധ്യത. ഉണ്ടോ? നീ നോക്കൂ, ചാരുകസേര ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇതങ്ങോട്ട് അപ്പുറത്തേക്ക് വെക്കും, കാലങ്ങോട്ട് നീട്ടി വെക്കും, എന്നിട്ട് ഇങ്ങനെ കിടക്കും പ്രമാണിയായിട്ട് അങ്ങോട്ട് കിട്ടോ. നീ പണ്ടത്തെ വയസ്സായ അമ്മൂമ്മ വടിയും കോലും, എന്താ പറയുക, വടിയും കാലം കൂടെയും ഇങ്ങനെ നടക്കും. നമ്മുടെ ഇതുപോലെ പ്രമാണിയായിട്ട്. ഇതൊരു മൾട്ടി കൾച്ചറൽ മൾട്ടി റിലീജിയസ് പീപ്പിളിൻ്റെ വീട്. എല്ലാം ഉണ്ട് ഇവിടെ. ആദ്യം നമ്മളെ കാണിക്കണ വാൽക്കണ്ണാടിയും കൃഷ്ണനും ഒക്കെ ആയിട്ടുള്ള ഒരു ഹിന്ദു ശൈലിയാണ് ആദ്യം കാണിക്കണേ. ഉമ്മേ, ആഭരണ പെട്ടി തൊടില്ല. നോക്കൂ, ആഭരണ പെട്ടിയാണ് പണ്ടത്തെ. അടിപൊളി അല്ലേ. കണ്ടോ ആഭരണ പെട്ടിയും ഇതും
ആമയുടെ അതില് കണ്ടോ, ആഭരണ പെട്ടികൾ കണ്ടോടാ. കൃഷ്ണന്റെ വാൽക്കണ്ണാടി കാണിച്ചോ, വാൽക്കണ്ണാടി വരും. ഇതെന്താ? അയ്യോ, റിഫ്ലക്ഷൻ. ഇതിന്റെ റിഫ്ലക്ഷനാണ്. ഇതിങ്ങനെ ഇതിന്റെ റിഫ്ലക്ഷനാണ്. ഇതിന്റെ ഇങ്ങനെ നീക്കി പിടിച്ച് കാണിച്ചാൽ മനസ്സിലാവും. ഇങ്ങോട്ട് വേണ്ട, ഇതിന്റെ റിഫ്ലക്ഷനാണ് ഇവിടെ കാണിക്കണത്. തറവാട്ട് വീട്ടിലെ വിളക്ക് വെക്കണ കണ്ടോ? ഇത് ഓലക്കുട. ഓലക്കുട വഴിയുണ്ടോ എവിടെ? അതൊരു വരാന്ത. മുകളിലേക്കാ. ഇവിടെ മുകളിലേക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ താഴെ ഹിന്ദു ശൈലിയാണെങ്കിൽ മുകളില് വേറെ ശൈലിയായിരിക്കും. മൾട്ടി കൾച്ചറൽ എന്നാണല്ലോ പറഞ്ഞിരിക്കണേ. അതെ, ഇത് മൂന്നുമാണ് ഇവിടെ ഉള്ളത്. ക്രിസ്ത്യൻ ഉണ്ട്, ഷെഡ്യൂൾ കാസ്റ്റ് ഉണ്ട്, മാപ്പിള മുസ്ലിംസ് ഉണ്ട്, ട്രൈബൽ ക്രിസ്ത്യൻസ് ട്രൈബ് എല്ലാം ഉണ്ട്. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ സ്റ്റൈലാണ്. ഇത് നമ്മൾ ഒരു കുർബാനയുടെ സമയത്ത് കൊണ്ടുവരുന്നത്. ഇതേ കുർബാന കൈക്കൊള്ളപ്പാടിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുട്ടികൾ നിൽക്കണ്ട കേട്ടോ. നമ്മുടെ ചേച്ചി ചട്ടയും മുണ്ടും പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവരുടെ താലിമാലയുടെ ലോക്കറ്റ്. ഇതാ ഇവരുടെ ഇത് എന്താ ചെവിയിലെ ചട്ടയും മുണ്ടും. അതാണ് ഞാൻ ഇത് കാണിച്ചതേ. കണ്ടുവോ ചട്ടയും മുണ്ടും? ഹായ്, നല്ല കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാം, ഇരിക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല സുഖമുണ്ട്. ഇനി ഇസ്ലാം ഇൻ കേരള. ഇതാ എല്ലാം കൂടിയിട്ടുള്ളൊരു വീടാണത്, ഇസ്ലാം. ഖുർആൻ അവരുടെ അറ കണ്ടുവോ? നമ്മള് നമ്മുടെ അറയെ കണ്ടിട്ടുള്ളൂ. അവർ ഇസ്ലാമിൻ്റെ അമ്മൂമ്മ മുകളിലേക്ക് ഒരു തട്ടുംപുറമാണ്, പക്ഷെ നമുക്ക് കയറാൻ അല്ല, അവിടെ അല്ല. ഇത് അവരുടെ എന്താ സാധനം? എന്താണോ? ഹുക്ക. ഇവിടെ നീക്കിട്ടോ, ഹുക്ക. ഈ മുറുക്കാഞ്ചെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഹിന്ദുസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും മുറുക്കുന്ന ആൾക്കാരാണ്. മുറുക്കാഞ്ചെല്ലാം ഉണ്ട്. അവരുടെ ഡ്രസ്സ് കണ്ടോ? ട്രഡീഷണൽ ഡ്രസ്സ് കണ്ടോ? അത്തറുണ്ട്, അത്തറ്. അവരുടെ സ്പെഷ്യൽ അത്തർ. കറുകുട്ടപ്പൻ. കേരള ട്രഡീഷണൽ വീടുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അത്യാവശ്യം നല്ല വിശപ്പും ക്ഷീണം ഒക്കെ ആയി. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഷേക്കൊക്കെ കുടിച്ചു. ഇവിടെ ജ്യൂസ്, ഷേക്ക്, ഐസ്ക്രീംസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷീണിതരൊന്നും ആയിട്ടില്ല. പക്ഷെ നമുക്ക് സമയമെടുക്കും തോറും വിശപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ വിശപ്പ് മാറ്റാൻ കയറിയെന്നേ ഉള്ളൂ കേട്ടോ. അവിടെ അതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ക്രാഫ്റ്റ് ഷോപ്പാണ്. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒരു കൗതുകരമായിട്ടുള്ള കാഴ്ച കണ്ടപ്പോൾ എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. ഇതിങ്ങനെ താളിയോല പോലെ ഉള്ള ഓലകളിൽ അവർ ചെയ്യണതാണ്. ക്രാഫ്റ്റുകൾ വേറെയാണ്, പക്ഷേ ഈ ഒരു പിക്ടോറിയൽ നമ്മുടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഒരു താളിയോല പോലെ ഉള്ള ഓലയിൽ അവർ ആദ്യം ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കും. ജസ്റ്റ് അതിനൊരു ഷെയ്ഡ് പോലെ കൊടുത്തതിന് ശേഷം മഷി ഒഴിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം ഇതിൽ ഒരു ഗണപതിയാണ് വരച്ചിരിക്കുന്നത്. അതിലേക്ക് അദ്ദേഹം ഒരു ഇങ്ക് സ്പ്രെഡ് ചെയ്യാണ്, ജസ്റ്റ് ബ്രഷ് ചെയ്യാണ് ഇങ്ക്, എന്നിട്ട് തുടയ്ക്കുന്നു. അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ, ശരിക്കും നല്ല ഭംഗിയുള്ള ഗണപതിയെ വന്നിരിക്കുന്നത്. ഇതുപോലെ ആണ് അവർ ഈ ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഈ കുഞ്ഞി റെപ്രസെൻറ്റേഷൻ വരെ അവരിതേപോലെ ഫുള്ള് ചെയ്തിട്ട് അതിലേക്ക് മഷി സ്പ്രെഡ് ചെയ്ത് തുടച്ചെടുക്കുകയാണ്. എന്നിട്ട് അവർ ഫ്രെയിം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
അതൊരു രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. ഇനിയുള്ളത് തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിലെ നല്ല ട്രഡീഷണൽ വീടുകളാണ്. ചെട്ടിനാട്, അമ്പൂർ, അങ്ങനെ കുറേ ട്രഡീഷണൽ വീടുകളുണ്ട്. അതൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അപ്പം നമുക്ക് ഇനി അതൊരു വേറൊരു എപ്പിസോഡിലായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ശ്രീ പ്രണവ് വ്ളോഗ്സിൻ്റെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതേപോലത്തെ രസകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്